ഈ യോഗത്തിൻ്റെ ബഹുമാനപ്പെട്ട അധ്യക്ഷ, യോഗം ഉദ്ഘാടനം PC വിഷ്ണുനാഥ് അവർകൾ, ഇവിടെ മുഖ്യപ്രഭാഷണം നടത്തിയ TS ശ്യാംകുമാർ സാർ, വേദിയിലും സദസ്സിലും ഇരിക്കുന്ന പ്രിയമുള്ളവരെ, ഇത് കല്ലുമാല സമരത്തിൻ്റെ 110ാം വാർഷികമാണ് ഇന്നിവിടെ ആഘോഷിക്കുന്നത്. സത്യത്തിൽ ഇതിനു മുന്നേ KPMSൻ്റെ ഒരു പ്രോഗ്രാമിൽ ഞാൻ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറായ സമയത്ത് ആദ്യം എന്നെ ക്ഷണിക്കുകയുണ്ടായി. ആ സമയത്ത് ഞാൻ അസന്നിഗ്ധമായിട്ട് ഞാൻ പറഞ്ഞതാണ്, നമ്മുടെ പെരുന്നാട് വിപ്ലവ സ്മാരകം ആയിട്ട് ഒരു അയ്യങ്കാളിയെ സംബന്ധിച്ച് യാതൊരു സംവിധാനവും ഇവിടെ ഇല്ല. ഉചിതമായ ഒരു സ്മാരകം പണിയണം എന്ന് ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് ഇതേ വേദിയിൽ ഇതേ പൊതു ഇടത്തിൽ വെച്ച് ഞാൻ സംസാരിച്ചതാണ്. സത്യത്തിൽ ഇതിൻ്റെ കഥകളൊക്കെ ഇവിടെ വാദിച്ചതുപോലെ പഞ്ചായത്ത് പ്രസിഡന്റിനെ ഞാൻ എഴുത്തിക്കെട്ടുകയല്ല, സംസാരിച്ചതുപോലെയൊന്നും അല്ല. ഞാൻ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ എന്നുള്ള രീതിയിൽ പഞ്ചായത്ത് കമ്മിറ്റിയിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് എനിക്ക് വ്യക്തതയില്ല. അവിടെ നടന്ന സംഭവത്തെക്കുറിച്ച് ആധികാരികമായി പറയുവാൻ, നടന്ന സംഭവങ്ങൾ എന്താണെന്ന് പറയുവാൻ ബഹുമാനപ്പെട്ട വാർഡ് മെമ്പർക്ക് മാത്രമേ, ഇല്ലെങ്കിൽ പ്രസിഡന്റിന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. എൻ്റെ അഭിപ്രായം, ഇവിടുത്തെ ഈ പൊതുവിടത്തിനും മഹാത്മാ അയ്യങ്കാളിയുടെ നാമധേയം ഇടണം എന്നുള്ളതും, ഇവിടെ പൂർണ്ണമായ ഒരു പ്രതിമ സ്ഥാപിക്കണമെന്നും, അതിലുപരി എൻ്റെ വ്യക്തമായ അഭിപ്രായം ഇവിടെ ഒരു മ്യൂസിയം, മഹാത്മാ അയ്യങ്കാളിയുടെ പേരിൽ ഒരു മ്യൂസിയം കൂടെ സ്ഥാപിക്കണമെന്നാണ് എൻ്റെ വ്യക്തിപരമായ ആവശ്യം. കാരണം എന്തുകൊണ്ടെന്നാൽ, അയ്യങ്കാളി എന്താണ്, അയ്യങ്കാളി ആരായിരുന്നു, മഹാത്മാ അയ്യങ്കാളി ആരാണെന്ന് ഇവിടുത്തെ വെറും തലമുറയ്ക്ക് അറിയണമെങ്കിൽ നമ്മളൊരു പ്രതിമയോ പൊതുവിടത്തിനോ മാത്രം നിർത്തിക്കൊണ്ട് മാത്രം നമുക്കത് അറിയാൻ പറ്റില്ല. അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളാൽ എന്താണ് ചെയ്തത്, വിദ്യാഭ്യാസത്തിന് വേണ്ടി പഞ്ചമി എന്ന് പറയുന്ന കുട്ടിയെയും പിടിച്ച് സ്കൂളിലേക്ക് പോയ കഥകൾ ഉൾപ്പെടെ, വില്ലുവണ്ടി യാത്ര ഉൾപ്പെടെ ഇവിടുത്തെ മ്യൂസിയം സ്ഥാപിക്കണം. അതിന് നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ സ്വന്തമായി വസ്തുവൊന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. സർക്കാർ ഭൂമിയിൽ തന്നെ, സർക്കാരിൻ്റെ സ്ഥലത്ത് തന്നെ നമുക്ക് ഒരു മ്യൂസിയവും കൂടി പണിയണമാണ്. അത് സ്ഥാപിച്ചെടുക്കണം. അതിനു വേണ്ടി നമ്മളിനി പഴയ കാലത്തേക്ക് ഒരു വില്ലുവണ്ടി സമരത്തിലേക്കൊന്നും പോകേണ്ട ആവശ്യമൊന്നുമില്ല. ഭാരതീയ ജനതാ പാർട്ടിയും വ്യക്തിപരമായി ഭാരതീയ ജനതാ പാർട്ടി മഠത്തിൽ സുല്ലുന്ന വ്യക്തിയും ഇതിൻ്റെ കൂടെ ഉണ്ടാവും എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ആശംസ അറിയിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം.